ഇന്ന് പോകുന്നത് ആലപ്പുഴയിലേക്കാണ്, നമ്മുടെ കുട്ടനാടൻ കായലിലേക്ക്. അപ്പം നമുക്ക് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ വാഗമൺ യാത്ര കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങളിതാ ഇപ്പോൾ ഇവിടെ ആലപ്പുഴ നമ്മുടെ ഹൗസ് ബോട്ടിൽ ഇന്ന് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ലേറ്റായി. കാരണം ഹൗസ് ബോട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൗസ് ബോട്ടിൻ്റെ ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12 തൊട്ടിട്ട് പിറ്റേ ദിവസം 12 അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സമയം വരുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് കുറച്ച് ലേറ്റായി. കാരണം ഒന്നാമത്തെ അവിടുന്ന് ഇറങ്ങാൻ തന്നെ വൈകിപ്പോയി, അതാണ് ഫസ്റ്റത്തെ കാര്യം. പിന്നെ വരുന്ന വഴിക്ക് നല്ല ട്രാഫിക്കായിരുന്നു. അപ്പോൾ ട്രാഫിക്കിൽ പെട്ടതുകൊണ്ട് തന്നെ സമയം ഇച്ചിരി വൈകി. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഹൗസ് ബോട്ട് നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. ഇതിന്റെ അപ്പുറം വരെ ചാടി കടന്നവനാണ്. അതെ, ഏതാണ് ലാസ്റ്റ് വൺ? അത് ഇങ്ങനെ ചോട്ടിപ്പോണം, ഇങ്ങനെ പോയാൽ പോരെ, എന്തിനാ കഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മളിതാ ഹൗസ് ബോട്ട് യാത്രയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിത് അവിടെ എത്തിച്ചേർന്നു. നമ്മൾ ആലപ്പുഴയിൽ നമ്മുടെ ഹൗസ് ബോട്ടൊക്കെ നിർത്തിയിടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഹൗസ് ബോട്ട് കയറി നമ്മുടെ യാത്ര നടത്തണത്. അപ്പോൾ നമ്മളിവിടെ കുറേ ഹൗസ് ബോട്ട്സ് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹൗസ് ബോട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നോക്കി പോണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട്. ആ ഒരു ലുക്ക് തന്നെ കണ്ടില്ലേ, നല്ല അടിപൊളി ഹൗസ് ബോട്ടാണ് ഇത്. ലക്ഷറി ഹൗസ് ബോട്ടാണ്. അപ്പോൾ അതിൻ്റെ പേരെന്ന് പറയണത് പ്രജാപതി. ആ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ലുക്കും ആ ഒരു സ്റ്റൈലും കണ്ടാൽ തന്നെ ആ പേര് കറക്റ്റ് തന്നെയാണ്. നല്ലൊരു അടിപൊളി ഹൗസ് ബോട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഹൗസ് ബോട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ലോബി കാണാൻ പറ്റും. ആ ലോബിയുടെ മുന്നിലാണ് ഹൗസ് ബോട്ട് ഓടിക്കുന്ന ഡ്രൈവർ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ചർച്ച എന്ന് വെച്ചാൽ അമ്മയുടെ ഫോൺ എടുക്കാൻ മറന്നുപോയി വണ്ടിയിൽ നിന്ന്. അപ്പോൾ അത് നമ്മളിപ്പോൾ എല്ലാവരും ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാം കൺഫേം ചെയ്തിട്ട് ഇറങ്ങാനാണ് പറഞ്ഞത്. അപ്പോൾ ഫോൺ എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ അത് ഡ്രൈവറുടെ അടുത്ത് വിളിച്ച് തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു പ്ലാനിലാണ് വണ്ടി എടുക്കുന്നതിന് മുന്നേ. അപ്പോൾ നമ്മളിപ്പോൾ ഹൗസ് ബോട്ടിലെ ലോബിയിൽ കടന്നു കഴിയുമ്പോൾ നമുക്കത് നേരെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ റൂമുകളിലേക്കുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് റൂമാണിത്. ഈ ഫസ്റ്റ് റൂമിൽ നല്ല മനോഹരമായിട്ട് തന്നെയാണ് അവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാ റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് ലക്ഷറി പാക്കേജാണ്, ലക്ഷറി ഹൗസ് ബോട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഹൗസ് ബോട്ടിൽ മൊത്തം 4 ബെഡ്റൂമാണുള്ളത്. അതായത് താഴെ 3 ബെഡ്റൂമും മേലത്തെ നിലയിൽ 1 ബെഡ്റൂമാണുള്ളത്. ഇപ്പോൾ 2 നിലയുള്ള ഒരു ഹൗസ് ബോട്ടാണ് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നല്ല മനോഹരമായിട്ടാണ് ഇവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൗസ് ബോട്ടുകൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഹൗസ് ബോട്ട് ഉണ്ട്. നമുക്ക് ഡീലക്സ് ഉണ്ട്, പ്രീമിയം പാക്കേജ് ഉണ്ട്, പിന്നെ ലക്ഷറി പാക്കേജ് ഉണ്ട്. അപ്പോൾ 3 തരമാണ് ഹൗസ് ബോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ലക്ഷറിയാണ്. അപ്പോൾ ലക്ഷറി തന്നെ അതും പലതരത്തിൽ വരും. നമ്മളിപ്പോൾ ഏത് തരം ഹൗസ് ബോട്ട് എടുത്താലും എല്ലാ തരം ഹൗസ് ബോട്ടിലും റൂമുകൾക്ക് അനുസരിച്ചിട്ടും അതിൻ്റെ പൈസ മാറിക്കൊണ്ടിരിക്കും. പിന്നെ അതേപോലെ തന്നെ എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ചൊക്കെയാണ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഒരു വാഷ് ബേസിൻ സൗകര്യമൊക്കെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് അടുത്ത റൂമിലേക്ക്, 2ാമത്തെ റൂമിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത്. 2ാമത്തെ റൂമും അതുപോലെ തന്നെ നല്ല മനോഹരമായി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ റൂമിലും നമുക്കൊരു വിൻഡോ കാണാൻ പറ്റും. അപ്പോൾ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള നമ്മുടെ കായലൊക്കെ നമുക്ക് കണ്ടിങ്ങനെ നമ്മുടെ 3ാമത്തെ റൂമാണ്. 3ാമത്തെ റൂം അതിമനോഹരമായിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കിച്ചൺ നമ്മുടെ ബോട്ടിൻ്റെ ബാക്ക് സൈഡ് ഭാഗത്തേക്കാണ് വരിക. അപ്പോൾ ഈ വണ്ടിയിൽ ഓൾറെഡി നമുക്ക് ഒരു ഡ്രൈവറും പിന്നെ ഹെൽപ്പിന് അത് ഭക്ഷണം ഉണ്ടാക്കി തരാനും നമ്മുടെ 2-3 ആൾക്കാർ എക്സ്ട്രാ ഉണ്ട് ഈ ബോട്ടിൽ. അപ്പോൾ ഇതാണ് മുകളിലേക്കുള്ള വഴി. മുകളിലേക്ക് കയറി നമ്മൾ
ചെന്ന് ഇവിടെ ഡൈനിങ് ഒരുക്കിയിരിക്കുന്നത്. മുകളിൽ ഈ ഭാഗത്താണ് ഡൈനിങ് ഏരിയ. അപ്പം ഡൈനിങ് ഏരിയ ടേബിളും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ചെയർ, അതായത് വലിയ കുറേ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വരികയാണെങ്കിൽ അവർക്കൊക്കെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഏരിയ തന്നെയാണ്. നല്ലൊരു പ്രൈവസി ഉണ്ട് ഈ മുകളിൽ തന്നെ ആയതുകൊണ്ട്. നമുക്ക് താഴത്തെ ബോട്ട് ഡ്രൈവറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു പ്രൈവസി കിട്ടിയെന്ന് വരും. മുകളിൽ നമുക്ക് അതിന് നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഏരിയ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ സൈഡിലൊക്കെ നിങ്ങൾക്ക് അവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും. പിന്നെ അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കുള്ള ഒരു ഡോർ ഉണ്ട്. തുറന്ന് നമുക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് ശരിക്കും നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. ഹൗസ് ബോട്ട് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളിപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം നമുക്ക് നമ്മുടെ ഫോണും കിട്ടാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടൈം ഒന്ന് ആവുന്നേ ഉള്ളൂ, എല്ലാം ഒന്ന് സെറ്റായിട്ട് വരുന്നല്ലോ. ഞങ്ങൾ ജസ്റ്റ് കയറിയിട്ടുള്ളൂ. ഇനി പെട്ടിയും ബാഗൊക്കെ ഓരോ ഭാഗത്ത് എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ ഇത് ഡൈനിങ് ഏരിയ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്കിതാ നമ്മുടെ ചെറിയൊരു ബാർ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. സൈഡിൽ നല്ല മനോഹരമായിട്ട് തന്നെ അവർ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം ഞാനും ചിക്കും കൂട്ടിയിട്ട് ഇവിടെ ആദ്യം തന്നെ അവിടെ ഒന്ന് കയറി ഒന്ന് വെറുതെ ഒരു രസത്തിനൊന്ന് കയറി ഇരുന്നിട്ടുണ്ട് അവിടെ. പിന്നെ അതേപോലെ തന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ കരോക്കി സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് രാത്രി പാട്ട് പാടാനുള്ള കരോക്കി സിസ്റ്റം ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കരോക്കി സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഡോർ ഉണ്ട്. ഡോർ തുറന്ന് അതിനകത്തേക്ക് കിടക്കുമ്പോൾ ഇവിടെ ആദ്യം ഒരു കോമൺ ബാത്റൂം കാണാൻ പറ്റും. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഇവിടെ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂമാണിത്. അപ്പോൾ ഈ ബെഡ്റൂമാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4ാമത്തെ ബെഡ്റൂമാണിത്. അപ്പോൾ ഈ ബെഡ്റൂം കൊള്ളാം, നല്ല റൂം ഇതിലാണ്. അപ്പോൾ ഈ ബെഡ്റൂം അതേപോലെ തന്നെ മനോഹരമായിട്ട് അവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ AC ഫുൾ ടൈം AC ആണത്. എയർ കണ്ടീഷനിങ് സൗകര്യമുള്ള, അത് ലക്ഷറി ഹൗസ് ബോട്ട് ആയതുകൊണ്ട് തന്നെ ഫുൾ ടൈം AC സൗകര്യമുണ്ട്. നമ്മുടെ പിന്നെ അത് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയും വേറൊരു ബാക്ക് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇതേപോലെ വേറൊരു സൗകര്യം ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. ഇവിടുന്ന് നമുക്കത് അങ്ങനെ നോക്കി നമുക്ക് കായലിൻ്റെ ഭംഗി, അതേപോലെ തന്നെ ഹൗസ് ബോട്ടുകൾ, ഒത്തിരി ഹൗസ് ബോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ഈ കായൽ നിറച്ച ഹൗസ് ബോട്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഒത്തിരി ആൾക്കാർ, അത് ഒരുപാട് ആളുകൾ ഇത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാനും ഒത്തിരി ആൾക്കാർക്ക് സത്യം പറഞ്ഞത് ഇഷ്ടപ്പെട്ടൊരു കാര്യം തന്നെയാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഞാൻ പറയാൻ വിട്ടുപോയി, നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഫസ്റ്റ് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ ഉച്ചയായി, ഉച്ചനേരം ആയതുകൊണ്ട് നമുക്കിതാ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഭക്ഷണമാണ്. ചോറ്, പിന്നെ ഉണ്ടായിരിക്കും മീൻ കറി ഉണ്ടായിരിക്കും, മീൻ വറുത്തത് ഉണ്ടായിരിക്കും. മീൻ വറുത്ത് പറഞ്ഞാൽ കരിമീനാണ് ഇവിടുത്തെ സ്പെഷ്യൽ, അറിയാലോ, അതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ക്യാബേജ് ഉപ്പേരി, പിന്നെ വേറൊരു തരം ഉപ്പേരി, പിന്നെ കറികൾ, പച്ചക്കറികളെല്ലാം, ചോറ്, പപ്പടം, അച്ചാറ്, എന്ത് വേണമല്ലേ ഉച്ച നേരത്തേക്ക്. ഇതന്നെ ധാരാളം. കഴിച്ച് സത്യം പറയട്ടെ കൊതി തീർന്നില്ല. പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. പക്ഷെ ഒരു വയറല്ലേ ഉള്ളൂ, പക്ഷെ ഓൾറെഡി നിറഞ്ഞ് ഇതായിപ്പോയി. അപ്പം നമ്മുടെ ഈ ഒരു ദിവസത്തെ ഹൗസ് ബോട്ട് ട്രിപ്പാണിത് പൊതുവേ ഉണ്ടാവുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു 6500 മുതലൊക്കെയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ അത് പൈസ നമുക്ക് പലതരത്തിലും മാറും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമുക്ക് പ്രീമിയം പാക്കേജ് ഉണ്ട്, ലക്ഷറി ഉണ്ട്, പിന്നെ ഡീലക്സ് ഉണ്ട്. അപ്പോൾ ഈ 3 തരത്തിലും ഡീലക്സിനൊക്കെ ആണെങ്കിൽ 6500 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രീമിയം 14,000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലക്ഷറി ആണെങ്കിൽ 20,000 മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത് മാത്രമല്ല, ഈ പ്രൈസുകളും നമുക്ക് നമ്മുടെ ഓരോ ബോട്ടുകളും ഓരോ തരത്തിലായിരിക്കുമല്ലോ. അതായത് ബെഡ്റൂംസ് ചിലപ്പോൾ കൂടും കുറയും ഒക്കെ ചെയ്യും. നമ്മൾ എടുക്കുന്ന ബെഡ്റൂംസിനനുസരിച്ചിട്ടും അതിൽ നൽകുന്ന സൗകര്യങ്ങൾക്ക് അനുസരിച്ചിട്ടും പൈസ മാറും. പിന്നെ അതേപോലെ തന്നെ എത്ര ഗസ്റ്റ് ഉണ്ട് അതിനനുസരിച്ചിട്ടൊക്കെ പൈസ ചേഞ്ച് വരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം. ഇപ്പോൾ ഒരു വൺ ബെഡ്റൂം ഡീലക്സ് ഹൗസ് ബോട്ട് ആണെങ്കിൽ അത് 7,500 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2 ബെഡ്റൂമിൻ്റെ ഡീലക്സ് ആണെങ്കിൽ 9,500, പിന്നെ 3 ബെഡ്റൂം ആകുമ്പോൾ 16,000, 4 ബെഡ്റൂം ആകുമ്പോൾ 20,000. അങ്ങനെ പല റേറ്റ് ഉണ്ട്. ഏറ്റവും നല്ലത് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ നോക്കിയും കണ്ടും ബുക്ക് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എത്ര ബെഡ്റൂം വേണം, എങ്ങനത്തെ സൗകര്യം വേണം എന്നനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിത് അടുത്തത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത് നമ്മുടെ സ്പീഡ് ബോട്ടാണ്. നമുക്ക് സ്പീഡ് ബോട്ട്, ഇവിടെ സ്പീഡ് ബോട്ട് എന്ന് പറയുന്നത് 6 പേർക്കുള്ള സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങളത് ഞങ്ങളൊരു 6 പേരുണ്ടെങ്കിൽ കയറി തോന്നുന്നുണ്ട് എനിക്ക്. ഇത് 1 മണിക്കൂറിന് 3000 രൂപയാണ് ഈ സ്പീഡ് ബോട്ടിന് വരുന്ന പൈസ എന്ന് പറയുന്നത്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് സ്പീഡ് ബോട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണത്. കാരണം പണ്ടങ്ങാണ്ട് ചെയ്തെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ കുറേ കാലത്തിന് ശേഷം എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷെ അടിപൊളി. ആദ്യമായിട്ടാണ് ഞാൻ ഈ ആലപ്പുഴ ഈ നമ്മുടെ ഈ കായലിൽ ഞാനിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം. സത്യം പറഞ്ഞാൽ അവരത് ടേൺ ചെയ്യുമ്പോൾ ജീവൻ പോയി. കാരണം പേടിച്ച് പോകും നമ്മൾ പെട്ടെന്ന്.
അതായത് നമ്മൾ വീണ് പോകുമ്പോൾ നമുക്ക് പേടി തോന്നും, പക്ഷേ അടിപൊളിയാണ്. അവർ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർ ആയതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. അവരെന്നല്ല, ഈ സ്പീഡ് ബോട്ട് ഓടിക്കുന്നവരൊക്കെ അടിപൊളിയാണ്. അവർക്കൊക്കെ നന്നായിട്ട് അറിയുന്നതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പോകാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഏറ്റവും ബാക്കിൽ ഇരിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക, അവരാണ് കൂടുതൽ നനയാനുള്ള ചാൻസ്. അതുകൊണ്ട് സ്പീഡ് ബോട്ട് കയറുന്നവർ ആരൊക്കെയാണെങ്കിലും അവർ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ബാക്കിൽ ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ മൊത്തം നനഞ്ഞു കിട്ടും. അപ്പോൾ ഈ സ്പീഡ് ബോട്ട് എക്സ്പീരിയൻസ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നല്ല അടിപൊളി എക്സ്പീരിയൻസ്. അത് ഞങ്ങളിത് കഴിഞ്ഞ് കയറിയപ്പോൾ എല്ലാവരും കൂടി ഗംഭീര ചിരിയും പൊട്ടിച്ചിരിയും പിന്നെ അതേപോലെ തന്നെ എല്ലാവരും നനഞ്ഞ് കുളിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഒന്ന് പോയി ഡ്രസ്സൊക്കെ മാറി ഇതാ എന്താ ഇപ്പം നമ്മളിപ്പോൾ ചുമ്മാ കുറച്ച് നേരം പുറത്തൊക്കെ നിന്നിട്ട് നമ്മൾ കായലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും. പിന്നെ എന്തൊക്കെയോ കുറേ സംസാരിച്ചൊക്കെ നിൽക്കുന്നു. ബോട്ട് നിർത്തിയിരിക്കുന്നത് ഫിഷ് മാർക്കറ്റിലാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഹൗസ് ബോട്ടിൽ നമുക്ക് ഫിഷ് മാർക്കറ്റിലൊക്കെ നിർത്തി തരും. കാരണം അത് അവർക്ക് അറിയുന്ന ഫിഷ് മാർക്കറ്റാണ്. എല്ലാ ഹൗസ് ബോട്ടോട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്തി തരും. നമുക്ക് ഫിഷ് എക്സ്ട്രാ മേടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം. ഓൾറെഡി നമ്മളുടെ ഫുഡ് ഇതിൽ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫുഡ് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ടുള്ള എന്തെങ്കിലും ഫിഷ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫിഷ് മാർക്കറ്റിൽ നിന്ന് നമുക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൂന്തളും കരിമീനൊക്കെ എക്സ്ട്രാ മേടിച്ചു. പിന്നെ ഞങ്ങളുടെ ഭക്ഷണം കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട, ഞാൻ അതിൻ്റെ വീഡിയോ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. രാത്രി കഴിക്കുമ്പോൾ കാണിച്ചു തരാം. നല്ല അടിപൊളി ഫുഡായിരുന്നു, ഒരു രക്ഷയില്ല ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ. പ്രൈവറ്റ് ഏരിയ ഉണ്ട് അവിടെ. നമ്മുടെ എല്ലാ ഹൗസ് ബോട്ടും ഒരുപോലെ 6 മണിയാകുമ്പോഴേക്കും നിർത്തിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം 6 മണിക്കാണ് വണ്ടി അവിടെ നിന്ന് എടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ആ ടൈമിലാണ് നമ്മൾ ഈ ഫിഷിംഗ് നെറ്റൊക്കെ വിരിക്കുന്ന ആൾക്കാർ, നമുക്ക് ഈ വലയൊക്കെ വിരിച്ചിട്ട് പിറ്റേ ദിവസം രാത്രി വല വിരിച്ച് വെച്ചിട്ടുള്ള ഈ ഫിഷിംഗ് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് അതൊക്കെ എടുത്തിട്ട് അതത് മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയിട്ട് അവർ വിൽക്കുന്നത്. അപ്പം നമ്മൾ ഈ പോകുന്നതൊക്കെ മെയിനായിട്ട് ഈ കൈനഗിരി, കുപ്പപ്പുറം, പിന്നെ അതേപോലെ തന്നെ വട്ടക്കായൽ, അങ്ങനത്തെ സ്ഥലത്ത് കൂടെയൊക്കെ നമ്മൾ മെയിനായിട്ട് പോണത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വിനയത്താണ്ടി വരുക, അതുപോലെ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ള ഏരിയയാണ് ഇവിടെ. പിന്നെ ഇവിടെ വേറെ പ്രത്യേകമാണ് 4 ഡിസ്ട്രിക്റ്റ് കണക്ട് ചെയ്യുന്ന വേമ്പനാട് കായലും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ചുറ്റും വെള്ളമായിരിക്കും, അടിപൊളിയാണ് ആ സ്ഥലമൊക്കെ കാണാൻ, ആ ഏരിയ ഒക്കെ കാണാനായിട്ട്. ഞാൻ ഇതാ നമ്മുടെ രാത്രി ഫുഡ് റെഡിയായി മക്കളെ. അപ്പം നോക്കിക്കേ, ചപ്പാത്തി ഉണ്ട്, ചോറുണ്ട്, പിന്നെ അതെന്തായിരുന്നു ചെമ്മീനുണ്ട്, പിന്നെ അടുത്തതൊരു മീൻ കറി ഉണ്ട്, അല്ലാതെ ചിക്കൻ കറി ഉണ്ട്, പിന്നെ ഒരു വെജിറ്റബിൾ കറി ഉണ്ട്. സത്യം പറയട്ടെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ തൈരുണ്ട്, ഉപ്പേരി ഉണ്ട്, പിന്നെ കൂന്തൽ ഉണ്ട്, പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ എന്തായിരുന്നു കൂന്തലുണ്ട്, പിന്നെ നമ്മുടെ ടൈഗർ ഷ്രിമ്പ് ഉണ്ട്, പിന്നെ ഇതെന്തായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ ഇത് വേറെ ഷ്രിമ്പ് ഇത് 2 കേട്ടോ അത്. പിന്നെ ഇത് നമ്മുടെ ക്രാബ് റോസ്റ്റൊക്കെ എത്ര ഉണ്ടായിരുന്നു അറിയോ? സത്യം പറഞ്ഞതാ അമ്മ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ തന്നെക്കാട്ടും പ്രായം കൂടിയ ക്രാബല്ലേ എന്ന് വിചാരിച്ചിട്ട് തൊഴുകയാണ്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കപ്പാസിറ്റി ഇല്ല ഇത് മുഴുവൻ കഴിച്ച് തീർക്കാനായിട്ട്. ഞങ്ങൾ ബാക്കി വന്നത് പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് കഴിച്ചത്. പക്ഷെ അതും അതിൽ തീർക്കാൻ പറ്റില്ല. ഈ ക്രാബൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. എന്തിനാണ് നമ്മളിത്ര മേടിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരുപാട് മേടിച്ചു. അതിനനുസരിച്ച് ഒരു അടിപൊളിയായിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അവരുടെ കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കണ്ടുപിടിക്കണം, അത്രയും അടിപൊളി കേട്ടോ.
അപ്പോൾ നമ്മളിത് രാത്രി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു നമ്മുടെ യാത്ര. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കരോക്കി ഒരു മെയിൻ കാര്യം പറയുക രാത്രി ഒത്തിരി ടൈം നമുക്ക് വേസ്റ്റ് ആവാൻ കാര്യമൊന്നുമില്ല. കരോക്കിയുടെ മറ്റേ സ്പീക്കർ എന്തോ വർക്കായില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഒത്തിരി സമയം അതിൽ വെറുതെ ടൈം പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ഭക്ഷണമൊക്കെ നന്നായിട്ട് വെട്ടി വിഴുങ്ങി എല്ലാവരും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി എല്ലാവരും കൂടിയിട്ട് ചുമ്മാ അന്താക്ഷരി പിന്നെ ദംഷ്രാജൊക്കെ കളിച്ചു. അങ്ങനെ അതൊക്കെ നല്ലൊരു ഏരിയ കേട്ടോ. ഈ ഒരു ഏരിയ നല്ലൊരു പ്രൈവസി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എല്ലാവർക്കും നിരന്നിരുന്ന് നമുക്കിത് ഇങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടി അല്ലെങ്കിൽ വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റും. നല്ല രസമുള്ള ഏരിയയാണ്. പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, 10 മണിയാകുമ്പോഴേക്കും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് എല്ലാവരും റൂമിൽ കയറണം. അതൊരു ഇവിടുത്തെ ഒരു പോളിസിയാണ്. കാരണം ഈ ടെററിസ്റ്റ് അറ്റാക്ക് അല്ലെങ്കിൽ വല്ല തോക്ക് വെടിവെപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ് ഇവർ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനൊരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വരൂ, എക്സ്പീരിയൻസ് ചെയ്യൂ. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിലെല്ലാവർക്കും ബൈ ബൈ.